അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് വിഷു ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഫുഡ് ഉള്ളത് സദ്യയാണ് കേട്ടോ. അടിപൊളി സദ്യയാണ്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ദാസേട്ടൻ്റെ റൂമിലാണ് ഇന്ന് സദ്യ നമ്മൾക്ക് ഫുഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാനിവിടെ റെഡിയായി നിൽക്കുകയാണ്. അംസൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അവർ ഷോപ്പിലാണ്, ഡ്യൂട്ടി ഉണ്ടല്ലോ, ഷോപ്പിൽ പോയതാണ്. അപ്പോൾ അവർ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വിഷു പെരുന്നാൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നാട്ടിൽ പല ഓർമ്മകളാണ് വരിക അല്ലേ. നമ്മളെ നാട്ടിൽ അതൊരു രസം വേറെ തന്നെ. എന്നാലും ഇവിടെയും കുഴപ്പമില്ല കേട്ടോ. ഓരോ പരിപാടികളൊക്കെ ആകുമ്പോൾ, വിഷു പെരുന്നാൾ ഇതൊക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് നല്ല രസമാണ്. നാട്ടിലെ അതേ ഒരു ഫീല് തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ പെരുന്നാളിൻ്റെ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഇല്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. പെരുന്നാൾ ഇതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നമ്മളെ റൂമിലായിരുന്നു, ലഞ്ച് പിന്നെ അവരുടെ റൂമിലും. ഇവർ എന്നും എല്ലാ തവണയും അങ്ങനെ തന്നെ ലഞ്ചിന് ഇവർ അങ്ങോട്ട് പോവുകയാണ് ചെയ്യൊക്കെ. പക്ഷെ ഇത്തവണ ഞാനുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ലഞ്ചിന് അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട് എല്ലാവരും കൂടി ആ ഒരു ഒത്തുകൂടലും ഒക്കെ. എന്നാലും നമ്മൾ ആ നാട്ടിലെ ആ ഒരു ഫീല് അത് വേറെ തന്നെയാണ് അല്ലേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കില്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ 22K സംതിങ് ആയിട്ടുണ്ട്. വെറുതെ ഒരു പാഷന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതായിരുന്നു. ഇനിയിപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇനിയും തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് വേണം, എങ്കിലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. വിഷു എന്നൊക്കെ പറയുമ്പോൾ വിഷുവിൻ്റെ ഓർമ്മകളൊക്കെ അങ്ങനെ പറയാൻ നമ്മളെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ നമ്മൾ അങ്ങനെ സദ്യ കഴിക്കാൻ പോകുമായിരുന്നു കേട്ടോ. അതുപോലെ അവർ നമ്മളെ വിളിക്കും. ഞാനും അനിയനും അനിയത്തിയും അങ്ങനെ പോകുമായിരുന്നു അവരെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനൊക്കെ. അതുപോലെ പെരുന്നാളൊക്കെ ആകുമ്പോൾ നമ്മൾ അവരെയും വിളിക്കുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കര രസമാണ് അന്നത്തെ കുട്ടിക്കാലത്തെ ഓരോ ഓർമ്മകളും. അതുപോലെ തന്നെ ഓണത്തിനാണെങ്കിലും ഭയങ്കര രസമാണ്. പൂ പറിക്കലും പൂക്കളിടലും. നമ്മൾ അടുത്ത വീട്ടിലേക്ക് അവർക്ക് നമ്മൾ പൂ പറിച്ച് കൊടുക്കും, നമ്മൾ കൊണ്ടുപോയി കൊടുക്കും, പൂക്കളിടും. അതുപോലെ പൂക്കളിട്ടിട്ട് പിന്നെ ഓണപ്പൂക്കളം അത്തക്കളം ഇടുമല്ലോ, അത്തക്കളം ഇട്ടിട്ട് അതിന് ചുറ്റിനും നിന്നിട്ടുള്ള ഒരു ഓണക്കളി ഇതൊക്കെ ഉണ്ടല്ലോ. ഭയങ്കര രസമായിരുന്നു അതൊക്കെ. ചെറുപ്പത്തിൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും ഓരോരുത്തർക്കും അവരുടെ ഓരോ കാര്യങ്ങൾ അങ്ങനെയുള്ള. ഇപ്പോൾ ആദ്യത്തെ പഴയ രസങ്ങളൊന്നും അതൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ആ ഒരു ഇത് കിട്ടാനും ഇല്ല. ഇപ്പോൾ നമ്മൾ പോവുകയാണ്. ഞാനൊക്കെ ഇവിടെ റെഡി ആയിത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അംസനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അവന് ഡ്രസ്സ് ചെയ്യണേ ഷോപ്പിൽ നിന്ന്. അപ്പോൾ വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ അവനെയും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇപ്പോൾ നമ്മളെ നാരങ്ങ മരത്തിൽ നല്ല നാരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദാസേട്ടൻ്റെ റൂം നമ്മളെ റൂമിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. ഒരു മതിലിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ദാസേട്ടൻ്റെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഗേറ്റ് തുറക്കുകയാണ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. മറ്റൊരു വരാൻ ഡ്യൂട്ടിയുള്ളവരല്ലേ. വീഡിയോ എടുക്കണ്ട് കേട്ടാ, കുഴപ്പമില്ലല്ലോ. എന്ത് അവരെ ഗേറ്റ് തുറന്ന് അങ്ങോട്ട് ചെല്ലിനോടത്ത് തന്നെ ഒരു തുളസിമരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കണ്ടപ്പോൾ. നല്ല നമ്മൾ നാട്ടിലൊക്കെയാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്. ഇവിടെ ഞാൻ കഞ്ഞിക്കുറുക്കയിൽ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, പക്ഷെ തുളസീൻ്റെ ഒരു ഇത് ഇവിടെ അല്ലേ. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നാട്ടിലെ ഒരു ഓർമ്മയാണ് വന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ഞങ്ങളാണ് നേരത്തെ എത്തിയിട്ടുള്ളത്. ഇവർക്ക് ഇക്കാക്കൊക്കെ വീണ്ടും ഷോപ്പിലേക്ക് തന്നെ പോകാനുള്ളത് കാരണം ഞങ്ങൾ 3 പേര് ആദ്യം വന്നു. പിന്നെ ഇവിടെ എല്ലാവർക്കും ഡ്യൂട്ടിയാണ്. വിഷു അണിയിച്ചിട്ട് ഇവിടെ ലീവൊന്നുമില്ല. അപ്പോൾ കുറേ പേര് ഇവിടെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. ഇവരിവിടെ 6 പേരാണുള്ളത്. 2 ദാസേട്ടനുണ്ട് കേട്ടോ. ദാസേട്ടന് ഇപ്പം ദാസേട്ടനും ഇത് സിദ്ധാർത്ഥേട്ടനാണ്. എനിക്ക് തോന്നുന്നത് സിദ്ധാർത്ഥേട്ടനാണോ കുക്ക് ചെയ്തത് എന്നാണ് കേട്ടോ. അറിയില്ല, അവർ ആളെ പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും കൂടി തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ആ നിൽക്കുന്നത് ഒരു ദാസേട്ടനാണ്. നമുക്ക് ഫുഡ് വിളമ്പണ ഇതും ഒരു ദാസേട്ടനാണ്. 2 ദാസേട്ടനുണ്ട്. പിന്നെ സിദ്ധാർത്ഥേട്ടന്, പിന്നെ മാഷ്, പിന്നെ ജലാൽക്ക, ഹക്കീം. ഇവർ 6 പേരാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവർക്ക് ഒരുപാട് ഗസ്റ്റ് വരുന്നുണ്ട്. അവരൊന്നും എത്തിയിട്ടില്ല, എല്ലാവരും ഡ്യൂട്ടിക്ക് പോയതാണ്. അതിന് പിന്നെ ഞങ്ങൾ 3 പേരും കഴിച്ച് വേഗം
പിന്നെ പറയണ്ടല്ലോ, സദ്യ ആകുമ്പോഴുള്ളത് അത് എല്ലാ കറികളും ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. മഷാല്ല മഷാല്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾ മാറി നിൽക്കണം, അത്രയും കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കേട്ടോ, അത്രയും ടേസ്റ്റിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മഷാല്ല, എല്ലാം അടിപൊളിയായിരുന്നു. മാഷാഅല്ലാ 10-15 ഐറ്റംസ് ആയിരുന്നോ. നിങ്ങൾ തുടങ്ങട്ടാ. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് അടിപൊളി പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞിട്ടില്ലല്ലോ, പാലട പായസം കൂടി ഉണ്ടായിരുന്നു. മാഷാഅല്ലാ, സൂപ്പറായിരുന്നു. എന്നെ പായസം കുടിക്കാനും പിന്നെ വയറിൽ സ്ഥലമില്ല. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പായസം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പായസം പഴം കൂടി ഞാൻ റൂമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പം ആ നിൽക്കുന്നത് ഒന്ന് ദാസേട്ടൻ്റെ മോനാണ് കേട്ടോ, പിന്നെ അടുത്ത് നിൽക്കുന്നത് സാറാണ്. എൻ്റെ ഇപ്പുറത്ത് ഇവിടെ ഒന്ന് നിൽക്കുന്ന ഒരാളുണ്ട്, അതാണ് ജലാൽ കേട്ടോ. പിന്നെ ഇവരെല്ലാവരും ഡ്യൂട്ടി ഉണ്ടായിരുന്നേ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ്. വിഷുവിനും ഇവിടെ ലീവൊന്നും ഇല്ലല്ലോ, അപ്പോൾ എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ്, അപ്പോൾ അംസ കൈ കൊടുത്തില്ല, അതാണ് ജലാൽ കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അടുത്ത ഇതുപോലെ വേറെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.